നിലവിലുള്ള കാര്യങ്ങൾക്ക് അവനൊരു നന്ദിയില്ല, എന്നിട്ട് അതിനപ്പുറത്തേക്ക് വേണം. അതായത് നമ്മൾക്കിപ്പോ കിട്ടുന്ന ആ എന്ത് ഒരു നല്ല പ്രവൃത്തിയും നമ്മൾ ദൈവത്തോട് പോലും നന്ദിയുള്ളവരായിരിക്കണം. അതെ, ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പല ജാതി മതത്തിലുള്ള ആൾക്കാർക്ക് അവരുടേതായ രീതിക്ക് ദൈവത്തിനോട് നന്ദി പറയാം, അവരുടെ വിശ്വാസത്തിന് നന്ദി പറയാം. പക്ഷെ ടോട്ടലി നമുക്ക് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി ഉണ്ടാകണം. അതുപോലെ മൈൻഡിലും, അതായത് അതുപോലെ നമ്മളോട് നന്ദി ഉണ്ടാകണം, മറ്റുള്ളവരോട് നന്ദി ഉണ്ടായിരിക്കണം. നമ്മളോട് നന്ദിയില്ലായ്മ എങ്ങനെയാണ്? നമ്മളതിന്റെ പഠിക്കൽ. നമുക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിന് നമുക്ക് യാതൊരു നന്ദിയില്ല. എന്നിട്ട് നമുക്ക് അനുഭവിക്കാത്ത കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മയൊക്കെ എത്ര കാലം എന്നറിയാം മറ്റവനൊക്കെ കണ്ടു അപ്പുറത്ത് വീട് വെച്ച്, അവൻ കാറ് മേടിച്ച്, അവരൊക്കെ നല്ല. നമ്മൾ എന്തോരം ചെയ്തിട്ട് നമുക്കതിലില്ലാത്തെന്നറിയാമോ? നമ്മ ഇപ്പൊ വരെ അനുഭവിക്കണതിന് നമുക്ക് നന്ദിയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധറയില്ല. എന്നിട്ട് നമുക്ക് അതിന് അപ്പുറത്തേക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയണത് നന്ദി ഇല്ലാത്തവന് ഇല്ലാത്തത് കിട്ടില്ലെന്ന് പറയും എൻ്റെ ഒരു ഭാഷയൊക്കെ. നന്ദി ഇല്ലാത്തവന് ഇല്ലാത്തത് കിട്ടൂല. നന്ദി ഇല്ലാത്തവന് നമുക്കിപ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് വേണ്ടത്, അത് കിട്ടൂല. അത് ഉള്ളതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത കിട്ടൂല, ഉള്ളതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത കിട്ടൂല.